ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശീതകാല പച്ചക്കറി തൈകളും അല്ലാത്തതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശീതകാല പച്ചക്കറി തൈകളാണ് നടുന്നത്. പോട്ടിലേക്ക് നിറയ്ക്കാനായി കുറച്ച് കരിയില ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ചാക്കിനകത്ത്. കരിയില മാത്രമല്ല, കുറച്ച് ചെടികളുടെ പാഴ്ചെടികൾ, അത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പം പോട്ടി മിശ്രിതമൊക്കെ നമ്മുടെ അറിയാമല്ലോ. ചകിരിച്ചോറ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയാണ്. മണ്ണ് ട്രീറ്റ് ചെയ്തതാണ്, ഡോളോമേറ്റ് ഇട്ടിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ചട്ടികളിലെല്ലാം ആദ്യമേ തന്നെ ഹോളിട്ടതിന് ശേഷം, വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഹോളിട്ടതിന് ശേഷം കുറച്ച് ഓട് ആ ഹോളിലെല്ലാം വെച്ചിട്ട് കുറച്ച് കരിയില ഇട്ടു. അതിന് ശേഷം പോട്ടി മിശ്രിതം നിറച്ചിരിക്കുകയാണ്. പോട്ടി മിശ്രിതത്തിലേക്ക് നമ്മളിപ്പോൾ ഇടുന്നത് വാമാണ്. അപ്പോൾ ഈ ചെറിയ തൈകൾ നമ്മൾ നടുമ്പോൾ ഇത് വാമാണ് ഈ ഇട്ടേക്കുന്നത് ചെറിയ നടുഭാഗത്ത്. എന്നിട്ട് അവിടേക്ക് നമ്മുടെ ഈ തൈകളെല്ലാം നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതിനകത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ കുറച്ച് കരിയിലയും പച്ച ഇലകളും എല്ലാമാണ് ഇതിൽ നിറച്ചേക്കുന്നത്. ക്യാബേജ്, കോളിഫ്ലവറും, ബ്രോക്കോളി, പിന്നെ പാക്ചോയി, ചൈനീസ് ക്യാബേജ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസാണ്. മകൾ കുരവ ഇട്ടു, ഞാൻ തൈകൾ നട്ടു. ഞാൻ ഇതുവരെ ഇതൊന്നും നട്ടിട്ടില്ല. കോളിഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു, ക്യാബേജും. അപ്പോൾ കുറച്ച് ട്രൈക്കോഡർമ ആണ് ഇപ്പോൾ കാണിച്ചത്, അതും ഇടുന്നുണ്ട്. അതൊക്കെ ലാസ്റ്റിലാണ് ഇട്ടത്. പിന്നെ കുറച്ച് തട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പുതിയത്. പഴയത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അപ്പം ഇത് ക്യാരറ്റിൻ്റെ തൈയാണ്. ആദ്യമായിട്ടാണ് അത് നട്ടു കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ആയി വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു അത് നട്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു. എന്നാലും ഒരാഗ്രഹത്തിന് നടുവാണ്, ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ച് കുപ്പികളിൽ നട്ടാൽ നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് കുപ്പികളിൽ നട്ടു, ചെടിച്ചട്ടിയിലും നട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പിടിച്ച് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ചെടിനടിയിൽ കർമ്മമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കുഞ്ഞു തൈകളാണ്. 2 ഇല തൊട്ട് 5 ഇല പരുവമായ തൈകൾ വരെയുണ്ട്. തൈകളെല്ലാം ഇപ്പോഴും നടുന്നത് 5 ഇല പരുവായതിന് ശേഷമാണ്. ഇതിപ്പോൾ വാങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഇനിയും നട്ടു കൊടുത്തില്ലെങ്കിൽ തൈകളൊക്കെ അങ്ങ് വാടിപ്പോകും. അപ്പോൾ ഇങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ട്രൈക്കോഡർമയും കൂടി ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് ചെടികൾ നല്ല ഉഷാറായിട്ട് വളരും. വാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്ത പൊടി കിടക്കുന്ന ട്രൈക്കോഡർമയാണ്. പിന്നെ ഈ തൈകളൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പം മണ്ണിലേക്ക് അങ്ങ് ചാഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ കമ്പ് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഈർക്കിൽ ഇനി കുത്തി കൊടുക്കണം, ഈർക്കിലോ ചെറിയ കമ്പുകളോ. വെള്ളം ഒഴിക്കുമ്പം ചാഞ്ഞു പോകുന്ന തൈകൾക്ക് ഒരു തുണയായിട്ട് നിന്നോളൂ ഈ കമ്പുകളൊക്കെ. ചട്ടികളൊക്കെ അങ്ങ് പെട്ടെന്ന് തൈകൾ നട്ടങ്ങ് തീർന്നപ്പം കുറച്ച് കവറുകളിലായിട്ട് തൈകൾ നട്ടു കൊടുത്തു. കുറച്ച് പോട്ടി മിശ്രിതമൊക്കെ നിറച്ച് തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈകൾ കൂടി ഇരിപ്പുണ്ട്. അത് ഇച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത്. ചെറിയ തൈകൾക്കൊക്കെ വാട്ടം വന്നതുകൊണ്ടാണ് അത് നട്ടത്. ഇനി ഇപ്പോൾ നട്ട തൈകൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം തണലത്തോട്ടൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.